ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് വന്നിട്ടുണ്ടായത് ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പം നമ്മൾ ഫസ്റ്റിൽ തന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കലാണ് കേട്ടോ. അപ്പം രാവിലെ എന്താ പറയുക, നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അത് നമ്മളൊരു വൈറ്റ് കടലയില്ലേ, അത് വെച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കിയത് കേട്ടോ. കടല സെപ്പറേറ്റ് വെന്തതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് മസാല കൂട്ട് റെഡിയാക്കിയിട്ട് ആ മസാലയിൽ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷം ആണ് ഈ ഒരു കടല മിക്സ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് കസൂരി മേത്തിയിലും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കടലക്കറി റെഡിയാക്കലാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക, നമ്മളെ ചപ്പാത്തിയും കാര്യങ്ങളെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിന്. അത് നമ്മൾ ഓരോന്ന് ചുട്ടെടുക്കലാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ മക്കൾ സ്കൂൾ 8 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ബസ്സും കാര്യങ്ങളെല്ലാം വരും. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് എന്താ പറയുക, നമ്മളെ പണിയും കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അപ്പം ചപ്പാത്തികൾ നമ്മൾ കാസ്ട്രോളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, കാരണം നമ്മൾ ചൂടോടെ തന്നെ അന്നേരം തന്നെ അവിടെ ഇരുന്ന് തിന്നലാണ് കേട്ടോ കുട്ടികൾ. അപ്പം നമ്മളെ പരിപാടികളെല്ലാം ഏകദേശം ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിന്. കുട്ടികളുടെ ബസ്സും കാര്യങ്ങളെല്ലാം പോയതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് പണിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കലാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ കടലക്കറി കേട്ടോ. ഈ ഒരു വൈറ്റ് കടല നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. അതായത് വൈറ്റ് കടല നമ്മൾ ഹമൂസെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു കടലയില്ലേ, അത് വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായത് കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റുള്ള ഒരു ചപ്പാത്തിക്കെല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ടിങ്ങിലേക്കാണ് വീണ്ടും പോയിട്ടുണ്ടായത് കേട്ടോ. അപ്പം നമ്മൾ ഇത് കണ്ടിട്ട് നിങ്ങൾ കുക്കിംഗ് വീഡിയോ എന്ന് വിചാരിച്ചിട്ടില്ല, ഇടയിലുള്ള പണി ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സീക്വൻസി മെറ്റീരിയൽ, നമ്മൾ ബോൾ ഗൗണെല്ലാം ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. മെറ്റീരിയലിൻ്റെ കണക്ക് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ടായത് 1.5 മീറ്റർ, നെറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ടായത് 5 മീറ്റർ ആണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ടായതും 1.5 മീറ്റർ കോട്ടൺ ലൈനിങ്. അപ്പം നമ്മൾ ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾ 1 ഇയർ ബേബിക്ക് ഉള്ള ഒരു മെഷർമെൻറ്റിലാണ് ഫ്രോക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ടായത് കേട്ടോ. ഇതിലൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ മാർക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വീഡിയോ പോയി നോക്കുമ്പോഴത്തേക്ക് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിക്ക് ഒന്നും കൂടി ഞാൻ ഈ ഇപ്പോഴത്തെ സൈഡിൽ ഒന്ന് മാർക്കിങ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലോത്തിൻ്റെ ഓപ്പൺ ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡ് വെക്കുക ഇതേപോലെ, എന്നിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. അത് നമ്മൾ ഫ്രണ്ട് പോർഷൻ. ഓക്കെ, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്ലോത്തിൻ്റെ മാർക്കിങ് കറക്റ്റ് ആക്കിയിട്ട് ഒരു മാർജിൻ വരയ്ക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ബോഡി ലെങ്ത്ത് എടുത്തിട്ടുണ്ടായത് 8 ഇഞ്ചാണ്. 7 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്കും 1/2 ഇഞ്ച് താഴത്തേക്കും നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് പോകുന്നത് കൊണ്ടാണ് 8 ഇഞ്ച് എടുത്തിട്ടുണ്ടായത് കേട്ടോ. പിന്നെ ഷോൾഡർ എടുത്തിട്ടുണ്ടായത് 4 ഇഞ്ച്. അതുപോലെ തന്നെ 4 ഇഞ്ച് ഇതേപോലെ താഴത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ ലെങ്ത്ത് 1/2 ഇഞ്ച് കൂട്ടിയിട്ടെടുക്കും, 4.5. എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് എടുക്കാനുള്ളത് നമ്മൾ ചെസ്റ്റ് റൗണ്ട്, അത് 5 ആണ് എടുത്തിട്ടുണ്ടായത്. വൈസ്റ്റ് റൗണ്ടും അതേപോലെ തന്നെ 5 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായത് കേട്ടോ. അതും 2 ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുണ്ടായത് സ്റ്റിച്ചിങ് അലവൻസ് എടുത്തിട്ടുണ്ടായത് 1.5 ഇഞ്ച്. ഞാൻ 1 ഇഞ്ച് എടുക്കാറുള്ളൂ, എന്നാലും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷോൾഡർ സ്ലോപ്പ് എടുത്തിട്ടുണ്ടായത് 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് നെക്ക് വിടുത്ത് എടുത്തിട്ടുണ്ടായത് 2 ഇഞ്ച്, നെക്ക് ലെങ്ത്ത് എടുത്തിട്ടുണ്ടായത് 2.5. അപ്പം ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കേർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ 2 പോയിന്റും തമ്മിൽ ഒരുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ആം ഹോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതേപോലെ കണ്ടുപിടിക്കുക. എന്നിട്ടും അവിടുന്ന് ഒരു സെൻറ്റർ പോർഷൻ കണ്ടിട്ട് 2 മാർക്കിങ് കൊടുക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത അവിടെ ഉള്ളിലോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ കേർവ് വെച്ചിട്ട് ഇതേപോലെ ഫ്രഞ്ച് കേർവ് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് മാറ്റലാണ് കേട്ടോ. മാർക്കിങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ആ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക ക്ലോത്തെല്ലാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്താ പറയുക, കട്ടിങ് ചെയ്യുമ്പോൾ മാർക്കിങ്ങിലൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ കോട്ടൺ ലൈനിങ് ആണ് മെയിനായിട്ട് മാർക്കിങ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന സാറ്റിൻ ലൈനിങ്ങും വർക്ക് മെറ്റീരിയലും അതൊന്നും ഈ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്യില്ല. അതൊരു സ്ക്വയർ പീസായിട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് ഈ ഒരു കോട്ടൺ ലൈനിങ് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നോളം നമ്മൾ മെഷർമെൻറ്റ് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റലാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്.
പിന്നെ നമുക്ക് ബോഡി ലെങ്ത് നമ്മൾ 7 ഇഞ്ച് എടുത്തിട്ടുണ്ടായത്. ഫുൾ ലെങ്ത് നമുക്ക് 20 ആണ് വേണ്ടത്. 18 വേണമെങ്കിലും എടുക്കാം, 20 വേണമെങ്കിലും എടുക്കാം. അത് ഓരോരാളെ ലെങ്ത്തിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി കട്ട് ചെയ്യുന്നിടത്ത് 7 ഇഞ്ച് വെച്ചതിന് ശേഷം താഴോട്ടേക്ക് എത്രയാണോ 20 വരുന്നത് അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇതുപോലെ 2 പീസ് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതും അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ സാറ്റിൻ ക്ലോത്ത് ഇല്ലേ, ഇത് നമ്മളെ ലൈനിങ്ങിൻ്റെ പോർഷൻ അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം തുണി വേണം അതിനനുസരിച്ചിട്ട് നമ്മളൊരു സ്ക്വയർ പീസ് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ മതി കേട്ടോ. എന്താ പറയുക, ഇതേപോലെ തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റ് കട്ട് ചെയ്ത പോലെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിനോട് പ്രശ്നമൊന്നുമില്ല. ഈസിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ട് നോക്കി നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു നെറ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലേക്കുള്ള ഒരു ബോർഡർ വരുന്ന ഒരു പീസ് ഉണ്ടാവില്ലേ, അത് എന്തായാലും കട്ട് ചെയ്തിട്ട് മാറ്റണം. അത് നമ്മളെ ഫ്രോക്കിന് ഒരു സൈഡിലും വരാൻ പാടില്ല, അതിൻ്റെ ഒരു നീറ്റ് തന്നെ പോവട്ടെ. അത് ഫസ്റ്റ് അത് മാറ്റി കട്ട് ചെയ്തിട്ട് മാറ്റണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ ഒരു നെറ്റ് 3 പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. നമ്മൾ ഈ ഓരോരു എന്താ പറയുക ലെങ്ത് വെച്ചിട്ടാണ് ഈ ഒരു നെറ്റും കട്ട് ചെയ്തിട്ട് മാറ്റുന്നത്. ഇതുപോലെ 3 പീസായിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത് കേട്ടോ. ഒന്ന് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗത്തൊന്ന് പ്ലേറ്റ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിക്ക്, ഒരു പീസ് നമ്മൾ ക്യാൻ ലേസ് ഇല്ലേ അത് വെച്ചിട്ട് ചെയ്യാനുള്ളത് ഒരു ലേസ്. അപ്പം നമ്മൾ ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും അതെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിന്. നെക്സ്റ്റ് നമ്മൾക്ക് നമ്മളെ ഫ്രോക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു സാറ്റിൻ ക്ലോത്താണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ തന്നെയായിട്ട് വന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പം അതിൻ്റെ പിന്നെ സൈഡിലും ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് മാറ്റുക. പിന്നെ സ്ട്രെയിറ്റ് സ്കെയിലില്ലെങ്കിൽ ഈ ഒരു ലെവൽ ചെയ്താൽ മതി കേട്ടോ. 13 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വന്നിട്ടുണ്ടായത്. അപ്പം 13 ഇഞ്ച് ഇതേപോലെ ഒന്ന് ഓരോരോ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. എൻഡിലും സ്റ്റാർട്ടിങ്ങിലും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ആ 2 സൈഡിലും വെച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ലൈൻ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം അതിൽ മെഷർമെൻറ്റിന് പേടിക്കാനില്ല. സ്കെയിലില്ല എന്നുള്ളൊരു പേടി വെച്ചിട്ട് നിങ്ങൾക്ക് ക്രോസ് ആയി പോകുന്നില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം അതും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇതുപോലെ തന്നെ 2 പീസും എന്തായാലും നമുക്ക് ഈ ഒരു ഫ്രോക്കിന് വേണ്ടി ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പീസ് തന്നെ അതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. ഈ ഒരു സാറ്റിൻ ക്ലോത്ത് നമ്മൾക്ക് എന്താ പറയുക ഇതുപോലെ പ്ലേറ്റ് ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഒരു പീസ് ഫ്രണ്ടിലും ഒരു പീസ് ബാക്കിലും ആ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായത് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മളെ ഫ്രോക്കിൻ്റെ ബാക്കിൽ വലിയൊരു ബോ വരുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ടായത് 15 ഇഞ്ച്. പിന്നെ വിടുത്ത് നമ്മളെ ക്ലോത്തിന് എത്രയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് വിടുത്ത് എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷനെല്ലാം ചെയ്യില്ല, നമ്മൾ ഫ്രോക്ക് കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളെ ഒരു ബോ എത്രത്തോളം വേണം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാവില്ലേ, അതൊരു രീതിക്കാണ് ഈ ഒരു ബോ സെറ്റാക്കി എടുക്കലുണ്ട് കേട്ടോ. അപ്പം ആദ്യം നമ്മൾക്ക് ക്ലോത്തും കാര്യങ്ങളിലും തികയോന്നൊന്ന് നോക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായത് കേട്ടോ. അപ്പം ആ ഒരു ബോ അതിൻ്റെ മുകളിലേക്ക് കൂടി ഒന്നും കൂടി അപ്പോൾ 2 ബോ വരുന്ന രീതിക്കാണ് അവരെ ഫ്രോക്കിൻ്റെ ഡിസൈനിൽ വന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ലെങ്ത്ത് 4 ഇഞ്ച് കുറച്ചിട്ടാണ് ഈ ഒരു നെക്സ്റ്റ് ബോ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായത് കേട്ടോ. പിന്നെ അതിൻ്റെ താഴത്തൊരു വാലെല്ലാം വരുന്നുണ്ട്, അത് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതുപോലെ ഈ ഒരു രീതിക്ക് 2 സൈഡിലും നമ്മൾ കുറഞ്ഞിട്ടാണ് ഫസ്റ്റിലത്തെ ബോ ഉണ്ടായാൽ, താഴെ ഭാഗത്തെ ബോ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടും. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാറ്റനും കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ഈ ഒരു ബോ ക്യാൻവാസ് വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ബോ അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ വർക്ക് മെറ്റീരിയൽ, നമ്മൾ ബോഡി പാർട്ടിൽ വർക്ക് മെറ്റീരിയലും സ്ലീവിനുമാണ് ഈ ഒരു വർക്ക് മെറ്റീരിയൽ വന്നിട്ടുണ്ടായത് കേട്ടോ. പിന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ബാക്ക് പോർഷന് നമ്മൾ 2 പീസായിട്ടല്ലേ ഉണ്ടാവില്ല സിബ് വെക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ എങ്ങനെയാണോ നമുക്ക് ആ ഒരു പീസ് വെക്കുന്നത്, നമ്മൾ ഫ്രണ്ട് പോർഷൻ വെക്കുന്നില്ലേ ഒരു പീസ് പോലെ, അതേപോലെ തന്നെ ഈ ഒരു പീസ് ഒരുപോലെ തന്നെ വെക്കണം. അല്ലെങ്കിൽ ഒന്ന് ഇപ്പുറത്തെ സൈഡും ഒന്ന് അപ്പുറത്തെ സൈഡും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സീക്വൻസി മെറ്റീരിയൽ ഒന്ന് നല്ല ഭാഗം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോക്കണം. അത് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല, ഏകദേശം തെറ്റിപ്പോയവർക്കെല്ലാം ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ നല്ല കോസ്റ്റ്
ഉള്ളത് കൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് മാറ്റാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ചെറിയൊരു പോർഷൻ വരെ ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയില്ല. കാരണം ബോയിനും കാര്യങ്ങളെല്ലാം ഇത് സെറ്റാക്കി എടുക്കുമ്പോൾ നമുക്കതൊരു വേസ്റ്റ് ആയിട്ട് പോവില്ല ഈ ഒരു മെറ്റീരിയൽ കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, ബാക്ക് പോർഷനിൽ ഈ ഒരു 2 പീസ് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. ഞാൻ ഇപ്പം വെച്ച ഒരു രീതിക്ക് തന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ എങ്ങനെ ഉണ്ടാവില്ല ആ ഒരു രീതിക്ക് തന്നെ വെക്കണം കേട്ടോ. എന്താ പറയുക, അപ്പുറത്തെ സൈഡ് ചെരിഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം നമുക്ക് അടിമറിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറേ വട്ടം വന്നിട്ടുണ്ടായിന്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ബാക്കിൻ്റെ നെക്ക് കുറച്ച് വി നെക്കായിട്ടാണ് ചെയ്യാനുള്ളത്. അത് ഞാൻ ലാസ്റ്റ് ഓർമ്മ വന്നപ്പോൾ ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയതാണ് കേട്ടോ. ഈ ഒരു ഫ്രോക്കിൻ്റെ മെത്തേഡ് വരുന്നത് ആദ്യം കോട്ടൺ ലൈനിങ്, അതിൻ്റെ മേലിൽ സാറ്റിൻ ലൈനിങ്, അതിൻ്റെ മേലിലേക്കാണ് ഈ ഒരു നമ്മൾ വർക്ക് മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും കോട്ടൺ ലൈനിങ്, 2 പീസ് സാറ്റിൻ ലൈനിങ്, അതിൻ്റെ മേൽ 2 പീസ് എന്താ പറയുക സീക്വൻസ് മെറ്റീരിയലും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഈ ഒരു സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ട് 4 ഇഞ്ചിൻ്റെ കാൻ ലേസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റാനുള്ളത്. പിന്നെ അതിൻ്റെ താഴെ നെറ്റ് യൂസ് ചെയ്യും, പിന്നെ കോട്ടൺ ലൈനിങ്, പിന്നെ അതിൻ്റെ അടിയിൽ സ്റ്റിപ്പ് നെറ്റും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് ബോക്ക് വേണ്ടിക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയ ഒരു ക്ലോത്തിലാണ്. ഇതിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ടില്ല. അത് ഫുൾ സ്ലീവാണ് ഇതിൽ വന്നിട്ടുണ്ടായത് അവരെ അയച്ച മോഡലിൽ. അപ്പം നമ്മൾ ക്ലോത്തും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു 1 ഇയർ ബേബിൻ്റെ സൈസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റിയില്ലെങ്കിൽ ചെയ്യട്ടോ. ഇതാണ് സ്ലീവിന് നമ്മൾ ഈ ഒരു രീതിക്കാണ് സ്ലീവിന് കട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കട്ടിങ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എന്തായാലും അപ്ലോഡ് ചെയ്യാട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പറ്റിയില്ലെങ്കിൽ എന്തായാലും ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മോഡൽ വന്നിട്ടുണ്ടായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാൻ ലേസ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ മോഡൽ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കൾ ഏകദേശം വരാനുള്ള ടൈം ആയിട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് എന്താ പറയുക ഇത്താത്ത ഇതിൻ്റെ കുംസി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതെന്താ പറയുന്നത് എനിക്കറിയില്ല, നമ്മളിതിനെ കുംസി എന്നാണ് പറയുന്നത് കേട്ടോ. മുട്ടയിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കേക്ക് തന്നെയാണ്. പിന്നെ അടിപൊളി ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കുംസിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നെ നിങ്ങൾ കൂടെയുള്ള ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഓക്കെ, ബൈ.